റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 19ാമത്തെ നിയമം, നിങ്ങൾക്ക് ആരോടാണ് ഇടപാട് നടത്തേണ്ടതെന്ന് അറിയുക, തെറ്റായ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം, അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ തെറ്റായ രീതിയിൽ സമീപിക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് അവരുടെ ശക്തിയും സ്വാധീനവും മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ ദുർബലനെന്ന് കരുതി ഒരാളെ ആക്രമിച്ചാൽ ആ വ്യക്തിക്ക് വലിയ ശക്തിയോ അല്ലെങ്കിൽ ശക്തമായ സുഹൃത്തുക്കളോ ഉണ്ടായിരിക്കാം. ഇത് നിങ്ങളെ അപകടത്തിലാക്കും. അതിനാൽ നിങ്ങളുടെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം, നിങ്ങൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ശത്രു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം എന്നതാണ്. നിങ്ങൾ ഒരു വ്യക്തിയുമായി ഒരു ഇടപാട് നടത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അധികാരമുണ്ട്, എത്ര സുഹൃത്തുക്കളുണ്ട്, അവർക്ക് എത്ര പണമുണ്ട് എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിവരങ്ങൾ ഇല്ലാതെ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നത് അപകടകരമാണ്. നിങ്ങൾ ഒരു ചെറിയ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അയാൾക്ക് ഒരു വലിയ സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ വലിയ സുഹൃത്തിനെയാണ് ശത്രുവാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇടപാടിന് ശ്രമിക്കുമ്പോൾ ആദ്യം അവരുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക. അവരുടെ പ്രശസ്തി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ എതിരാളികൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഈ വിവരങ്ങൾ നിങ്ങളെ ശരിയായ രീതിയിൽ അവരെ സമീപിക്കാൻ സഹായിക്കും. ഈ നിയമം പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അനാവശ്യമായ ശത്രുക്കളെ ഒഴിവാക്കാം, നിങ്ങൾക്ക് ശക്തരായ ശത്രുക്കളെ ഒഴിവാക്കാൻ കഴിയും. ശരിയായ തന്ത്രങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ നിയമം നിങ്ങളെ സഹായിക്കും. വിജയം ഉറപ്പിക്കാം. നിങ്ങൾ ഒരു വ്യക്തിയുടെ ശക്തി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു ആക്രമണത്തിന് പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ ശത്രുവിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുക. നിങ്ങൾക്ക് ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കണമെങ്കിൽ അത് അവർക്ക് ഒരു തിരിച്ചടി നൽകാൻ കഴിയാത്തവരായിരിക്കണം. ചില ഉദാഹരണങ്ങൾ. ചെങ്കിസ് ഖാൻ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ നേരിടേണ്ട രാജാക്കന്മാരെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. ദുർബലരായ രാജാക്കന്മാരെ അദ്ദേഹം ആദ്യം ആക്രമിച്ചു. ശക്തരായവരെ അദ്ദേഹം പിന്നീട് ആക്രമിച്ചു. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് അനാവശ്യമായ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞു. സിനിമ ബാഹുബലിയിലെ ബല്ലാലദേവ. മഹേന്ദ്ര ബാഹുബലി തിരികെ വന്നപ്പോൾ ബല്ലാലദേവ ഒരു സാധാരണക്കാരനെപ്പോലെയാണ് അവനെ കണ്ടത്. അവൻ ബാഹുബലിയുടെ മകനാണ് എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ബല്ലാലദേവക്ക് അവന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബല്ലാലദേവ നേരത്തെ മഹേന്ദ്ര ബാഹുബലിയെ ദുർബലനാണെന്ന് കരുതിയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യം ആക്രമിക്കുന്നതിനു മുമ്പ് അദ്ദേഹം പേർഷ്യൻ സൈന്യത്തെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം നേരിട്ട് സൈന്യത്തെ ആക്രമിക്കാതെ അവരുടെ ദുർബലമായ ഭാഗങ്ങളിലൂടെ കടന്നുപോയി. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ 300. പേർഷ്യൻ രാജാവ് സ്പാർട്ടൻസിനെതിരെ ഒരു വലിയ സൈന്യത്തെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം സ്പാർട്ടൻസിന്റെ ശക്തിയെക്കുറിച്ച് പഠിച്ചില്ല. അദ്ദേഹം സ്പാർട്ടൻസിനെ ഒരു ചെറിയ രാജ്യമായി കണ്ടു. ഈ തെറ്റ് കാരണം പേർഷ്യൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ചരിത്രം. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ റഷ്യയുടെ കാലാവസ്ഥയെക്കുറിച്ചും റഷ്യൻ സൈന്യത്തെക്കുറിച്ചും പഠിച്ചില്ല. റഷ്യയിലെ ശൈത്യകാലം അദ്ദേഹത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. നെപ്പോളിയൻ റഷ്യൻ സൈന്യത്തെ മാത്രമല്ല കാലാവസ്ഥയെയും ശത്രുവായി കാണണമായിരുന്നു. സിനിമ ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ബാറ്റ്മാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ബാറ്റ്മാൻ ആരാണെന്ന് പഠിച്ചു. അവൻ ബാറ്റ്മാന്റെ ശക്തിയെക്കുറിച്ചും ദുർബലകളെക്കുറിച്ചും പഠിച്ചു. ഈ വിവരങ്ങൾ കാരണം ജോക്കറിന് ബാറ്റ്മാനെ നേരിടാൻ കഴിഞ്ഞു. ചരിത്രം. ക്ലിയോപാട്ര റോമൻ ഭരണാധികാരികളുമായി ഇടപാട് നടത്താൻ ശ്രമിച്ചപ്പോൾ അവർക്ക് എത്രത്തോളം അധികാരമുണ്ട് എന്ന് പഠിച്ചു. അവർ ജൂലിയസ് സീസറയും മാർക്ക് ആന്റണിയെയും സമീപിച്ചത് അവരുടെ ശക്തി മനസ്സിലാക്കിയതുകൊണ്ടാണ്. സിനിമ ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ ശത്രുക്കളെ നേരിടുന്നതിനു മുമ്പ് അവർ ആരൊക്കെയാണെന്ന് പഠിക്കുന്നു. ഡോൺ ഒരു എതിരാളിയെ ആക്രമിക്കുമ്പോൾ അവരുടെ കുടുംബം, സുഹൃത്തുക്കൾ, സാമ്പത്തിക ശക്തി എന്നിവയെല്ലാം പരിഗണിക്കുന്നു. ചരിത്രം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ രാജാക്കന്മാരെ ആക്രമിക്കുന്നതിനു മുമ്പ് അവരുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചു. അവർ രാജാക്കന്മാർക്കിടയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ വിവരം ഉപയോഗിച്ച് അവർ ഓരോ രാജാവിനെയും ഒറ്റയ്ക്ക് ആക്രമിച്ചു. സിനിമ മണിച്ചിത്തതായി. ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കുമ്പോൾ ഗംഗയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഗംഗയുടെ ഭൂതകാലത്തെക്കുറിച്ചും അവളുടെ ഭയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. ഈ വിവരങ്ങൾ കാരണം അദ്ദേഹത്തിന് അവളെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കഴിഞ്ഞു.